ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് തോന്നി. ഒന്നുമല്ല, നമ്മുടെ വ്യവസായ പ്രമുഖനായിട്ടുള്ള ബോച്ചെ, അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ, അതിനു പുറമെ അദ്ദേഹത്തിന് സപ്പോർട്ടുമായി രംഗത്ത് വന്നിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. അതിലൊരു പ്രമുഖനാണ് നമ്മുടെ രാഹുൽ ഈശ്വർ. ഇപ്പോൾ രാഹുൽ ഈശ്വറിനും എതിരെ ജാമ്യമില്ലാത്ത വകുപ്പാണ് ഇട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു സ്ഥിതിഗതി വന്നിട്ടുണ്ട്. അദ്ദേഹം മുൻകൂർ ജാമ്യത്തിനായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതനായിട്ടുള്ള ഒരാളാണ് രാഹുൽ ഈശ്വർ. അതുപോലെ തന്നെ നമ്മളെ വ്യവസായ പ്രമുഖനായിട്ടുള്ള ബോച്ചെ. എന്താണ് ഇവിടെ നടക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്. ആക്ച്വലി വിമർശനത്തിന് ആരും അതീതരല്ല. നമുക്ക് ആരെയും വിമർശിക്കാം. അതിപ്പോൾ പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നവരുണ്ട്, മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നവരുണ്ട്. ഇനി സിനിമാ ഫീൽഡിലാണെങ്കിൽ അവരെ എല്ലാവരെയും വിമർശിക്കുന്ന ആളുകളുണ്ട്. ഈ വിമർശനം ഇത്ര വലിയൊരു തെറ്റാണോ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ആരാണ് ഇവിടെ വിമർശനത്തിന് അതീതരായിട്ടുള്ള ആളുകൾ, ഇല്ലെങ്കിൽ എതിരായിട്ടുള്ള ആളുകൾ ആരാണ്? ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒത്തിരി പേര് ആളുകൾ വിമർശിക്കുന്നതായിട്ട് കണ്ടു. ഈ വിമർശിക്കുന്ന ആളുകളെ ഒക്കെ അവരുടെ മേലെ കേസ് ചാർജ് ചെയ്ത് അകത്താക്കാം എന്നുള്ളതാണോ സർക്കാരിൻ്റെ ഉദ്ദേശം? എന്താണ് സർക്കാർ ചില ആളുകളുടെ വിഷയങ്ങളിൽ മാത്രം ഇത്ര ധൃതി പിടിച്ചോ ഇല്ലെങ്കിൽ എടുത്തോ പിടിച്ചോ എന്നുള്ള രീതിയിൽ ആക്ഷൻ എടുക്കുന്നത് എന്നുള്ളത് മാത്രം മനസ്സിലാവുന്നില്ല. ഇതുപോലത്തെ കേസുകൾ ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പേരിലൊന്നും ഇത്ര പെട്ടെന്ന് ആക്ഷൻ എടുത്തതായി കണ്ടിട്ടില്ലല്ലോ. സർക്കാരിന് ഇതിലൊരു പ്രത്യേക താല്പര്യമുള്ള മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് ഒരു പ്രത്യേക നിയമം, സാധാരണ ജനങ്ങൾക്ക് നിയമം അത് അവർക്ക് ബാധകമല്ല എന്നുള്ള തരത്തിലുള്ളൊരു രീതിയിലൂടെയാണ് ഇന്ന് പോകുന്നത്. അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബോച്ചെ എന്ന വ്യക്തി നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. അദ്ദേഹം ഒരുപാട് ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. സമൂഹത്തിന് നന്മയുള്ള കാര്യങ്ങൾ ഒത്തിരി ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഈ ബോച്ചെ. അദ്ദേഹം വെർബൽ അബ്യൂസ് നടത്തി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പിട്ട് കേസ് ചാർജ് ചെയ്തുള്ളത്. അദ്ദേഹം ഇപ്പോൾ റിമാൻഡിലാണ്. ജാമ്യത്തിനായി അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട്. അതിൻ്റെ രീതിയിൽ അങ്ങനെ പോകും. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന കാര്യം അതല്ല. നമ്മളൊരാളെ വിമർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമല്ലേ? അതിന് ഇത്രയേറെ ജാമ്യമില്ലാത്ത വകുപ്പുകളൊക്കെ ഇട്ട് ആളുകളെ ജയിലിലടക്കാം എന്നുള്ള ആ ഒരു ധാരണ എന്തായാലും നല്ലതല്ല, നല്ല രീതിയല്ല അത്. ഈ നടി പല ഉദ്ഘാടന വേളകളിലും വരുമ്പോൾ അവരുടെ വസ്ത്രാധരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ അറിയാം. സോഷ്യൽ മീഡിയയിൽ പല ആളുകളും പോൾ ചെയ്തിട്ടുണ്ട്. അതിൽ ബോച്ചയ്ക്ക് പരിപൂർണ്ണ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, രാഹുൽ ഈശ്വറിന് പരിപൂർണ്ണ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ ഇന്നലെ ഒരു പോൾ ഇട്ടതിൽ 85% ബോച്ചയ്ക്ക് സപ്പോർട്ടാണ്, അതുപോലെ രാഹുൽ ഈശ്വറിന് സപ്പോർട്ടാണ്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? എത്രയോ കുടുംബിനികളായിട്ടുള്ള സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിട്ടുണ്ട് ഈ നടിയുടെ വസ്ത്രാധരണത്തിനെതിരായിട്ട്. ഒരു വർഷം കഴിഞ്ഞിട്ടല്ല അത് പ്രതികരിക്കേണ്ടത്, ആണോ അല്ലയോ? ഒരിക്കലും അല്ല. ഒരു വർഷം ആ സ്പോട്ടിൽ നമ്മളിപ്പോ ഒരു ഫംഗ്ഷന് പോവാണ്, ഒരു ഇനോഗ്രേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് പോവാണ്. എന്നോട് ഒരാൾ മോശമായിട്ട്, അയാളുടെ ഒരു അശ്ലീലമായിട്ടൊരു രീതിയിൽ നമ്മുടെ ശരീരത്തിനെ പറയുന്നു എന്ന് തോന്നിയാൽ അത് പറഞ്ഞത് തെറ്റായി പോയി എന്ന് പറയാനുള്ളൊരു ധൈര്യം നമ്മൾ അപ്പൊ അവിടെ കാണിക്കണം, അവിടെ പ്രതികരിക്കണം. മാന്യമായിട്ടുള്ള വസ്ത്രാധരണം ധരിച്ചു വരികയാണെങ്കിൽ ഇതുപോലത്തെ കമൻറ്റുകളൊക്കെ ഒഴിവാക്കാമായിരുന്നു. അതുമാത്രമല്ല, ഈ നടി ഇനി ഉദ്ഘാടന വേളകളിൽ വരുമോ എന്ന് എനിക്ക് വളരെ സംശയമുണ്ട്. കാരണം വ്യവസായ പ്രമുഖരായിട്ടുള്ള ആളുകളും ഇനി ഈ നടിയെ വിളിക്കാൻ ചിലപ്പം പ്രാമുഖ്യം കാണിച്ചെന്ന് വരില്ല, മുന്നോട്ട് വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ ഒന്ന് അറിയാതെ സ്പർശിച്ചു പോയാൽ പോലും ഇതുപോലെ ജാമ്യമില്ലാ വകുപ്പിട്ട് മാസങ്ങൾക്ക് ശേഷം ചിലപ്പോൾ കേസുമായി എങ്ങനെ വരാതിരിക്കുമെന്ന് എന്താ നമുക്ക് ഒരു ഉറപ്പ് പറയാനുള്ളത്? ഒന്നും പറയാൻ പറ്റില്ല. എത്രയോ മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ സംഭവങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ രണ്ടാമത് ചികഞ്ഞ് ഈ നടി ഇപ്പോൾ കേസ് കൊടുത്തിട്ടുള്ളത്. ഈ അടുത്തായിട്ട് അവരുടെ ഒരു സിനിമ റിലീസ് ചെയ്യാനിരിക്കുകയാണ്. ഇനി അതിൻ്റെ അവസ്ഥ എന്താവും? സിനിമാ സംഘടന മേഖല വ്യവസായ മേഖലയാണ്. കോടിക്കണക്കിന് രൂപ ചെരിഞ്ഞിട്ട് അത് അതേപോലെ എടുക്കുന്ന ഒരു മേഖലയാണ് സിനിമാ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
ഇവരിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ഇനി ആ സിനിമ റിലീസ് ചെയ്യാൻ വളരെ പ്രയാസമാവും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല തിയേറ്റർ ഉടമകളൊക്കെ അതിൽ നിന്ന് പിന്നോട്ട് നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്താമാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയുന്നത്. വാർത്താമാധ്യമങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ ഫുള്ള് സപ്പോർട്ടാണ് ഈ നടിക്ക്. അവർക്ക് റേറ്റിംഗ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ്, അത് എല്ലാവർക്കും മനസ്സിലാവും. എന്നിരുന്നാൽ പോലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ, നിങ്ങളോട് ഷെയർ ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല. അവർക്കെതിരെ പ്രതികരിക്കുന്ന ആളുകളുടെ പേരിൽ കേസ് ചാർജ് ചെയ്യാണ് ഇപ്പോഴത്തെ പുതിയ നിയമ നടപടി. ഉത്സവപ്പറമ്പിന്റെ അവസ്ഥയായി. കാര്യം ഇപ്പോൾ ഈ ഹണി റോസിനെ പിന്താങ്ങി സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ 2 ദിവസം കഴിയുമ്പോൾ ഒരു പുതിയ വാർത്ത വരുമ്പോൾ അല്ലെങ്കിൽ വേറൊരു പുതിയൊരു സംഭവം വരുന്നതോടുകൂടി അവരെല്ലാം അതിന്റെ പുറകെ പോകാനാണ് സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെയാണ്. പക്ഷെ ഇതിനകത്ത് എനിക്ക് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട 2-3 വ്യവസായികളുമായിട്ട് ഈ വിഷയം ഒരു ഒക്കേഷനിലേ നമുക്ക് സംസാരിക്കേണ്ടി വന്നാണ്. അപ്പൊ അവർ പറഞ്ഞ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹണി റോസിന്റെ ഭാവി എന്താകും എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സ്വാഭാവികമായിട്ട് അവർക്ക് തന്നെ ഒരുപാട് സ്ഥാപനങ്ങളുള്ളവരാണ്. അപ്പൊ അവർ പറഞ്ഞ് ഞങ്ങൾ പല സെലിബ്രിറ്റികളെയും ഇനാഗുറേഷന് വിളിക്കാറുണ്ട്. പക്ഷേ ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു വിവാദം വന്ന സ്ഥിതിക്ക് ഇനി ആരും അങ്ങോട്ട് വലിയ രീതിയിൽ അല്ലെങ്കിൽ ആരെങ്കിലും അത്രയും റിസ്ക് എടുത്ത് ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ മിക്കവാറും അവരെ ഈ ഇത്തരത്തിലുള്ള ഇനാഗുറേഷനുകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ഫംഗ്ഷനുകളിൽ നിന്നും ഒഴിവാക്കി നിർത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാര്യം അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ അവർ നമ്മുടെ സ്ഥാപനത്തിൽ ഒരു ഇനാഗുറേഷൻ നമ്മൾ വിളിച്ചു, നമ്മുടെ സ്ഥാപനത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു നാവ് പിഴവ് സംഭവിച്ചാൽ അവർ നാളെ കേസ് കൊടുക്കില്ല എന്ന് എന്തുറപ്പുണ്ട്? അപ്പൊ എന്തിനാണ് നമ്മൾ വെറുതെ ഈ പുലിവാലി പിടിച്ച് വെക്കുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഈ സംഭവം ഹണി റോസിന് വലിയ തോതിൽ അവരുടെ പ്രൊഫഷനിൽ വലിയ നഷ്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എത്രയോ ആളുകൾ വിമർശനവുമായി വന്നിട്ടുണ്ട്. ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾ മുതൽ ഹൈ ക്ലാസ് ലെവലിലുള്ള ആളുകൾ വരെ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അതായത് മാങ്ങയുള്ള മാവിലെ ആളുകൾ കല്ലെറിയും, ഒട്ടമാവിൽ ആരും കല്ലെറിയത്തില്ല. ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹത്തിന് വ്യക്തിഹത്യ ചെയ്യാനും അദ്ദേഹത്തിന് മനഃപൂർവ്വം താഴ്ത്തി കിട്ടാനും വേണ്ടി ചില ആൾക്കാർ ചെയ്യുന്ന ഒരു പണിയായിട്ടാണ് എൻ്റെ ഒരു കാര്യം. ഇയാള് സംസാരിക്കുന്നത് പലപ്പോഴും സ്ഥലവും അല്ലെങ്കിൽ സാഹചര്യമൊക്കെ നോക്കാതെ കൂടി സംസാരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് പിന്നെ വായില് എല്ലില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. അത് സിമ്പിൾ ആയിട്ട് സംസാരിക്കുന്നതിന് പറ്റിയാണ്. പക്ഷെ അദ്ദേഹം അങ്ങനെ ശീലിച്ചു പോയണ്ട. പക്ഷെ അയാളെ വായിൽ നിന്ന് വരുന്നതേ ഉള്ളൂ. അദ്ദേഹം അങ്ങനെ നിന്നുള്ള പ്രവൃത്തി ഒന്നും ചെയ്യുന്ന വ്യക്തിയല്ലെന്ന് നല്ല അദ്ദേഹത്തിനെ കണ്ടില്ലേ, കുലീന വേഷമാണ്. അല്ല, കുലീന വേഷം നല്ല പഴയ പിന്നെ ക്രൈസ്തവര് ഇടുന്ന ചട്ടയും മുണ്ടും എടുത്ത് ഒരു കുലീന വേഷത്തിൽ സഞ്ചരിക്കും. കൂടാനും ആസ്തിയുണ്ട്. നേരെ മറിച്ച് എനിക്കുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ നടക്കും? സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട സാഹചര്യങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ അടുത്തിടയ്ക്ക് ജാതിമത ഭേദമന്യേ ഈ അടുത്തിടയ്ക്ക് ഒരു ഗൾഫിലെ ഒരു വിഷയം ഉണ്ടായപ്പോൾ അദ്ദേഹം വലിയൊരു കാറ് കൊണ്ടുവന്ന് കാറിനകത്ത് കേരളം മൊത്തം ഇങ്ങേറ്റം വരെ വന്നു വണ്ടി ഓടിച്ച് ഒരുപാട് കോടിക്കണക്കിന് രൂപ പിടിച്ച് അയാളെ റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒത്തിരി ആളുകളുടെ കമന്റും കാര്യങ്ങളും കണ്ടു, ഒത്തിരി ആളുകളുടെ വീഡിയോസ് കണ്ടു. അതിലൊക്കെ ശക്തമായിട്ട് ഈ നടിക്കെതിരെയാണ് അവർ പ്രതികരിക്കുന്നത്. വളരെ മോശമായ രീതിയിൽ സംസാരിച്ച വീഡിയോസുകൾ വരെ ഞാൻ കണ്ടു. നമ്മൾ അങ്ങനെ ഒന്നും സംസാരിക്കുന്നില്ലെങ്കിലും അവരോടുള്ള റെസ്പെക്റ്റോട് കൂടി പറയുന്നു, ഇപ്പം നിങ്ങൾ ചെയ്ത പ്രവൃത്തി വളരെ മോശമാണ്, പറയാതിരിക്കാൻ കഴിയുന്നില്ല. എറണാകുളം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ അപേക്ഷയുമായി ഞാൻ സമീപിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിലും ഇന്ത്യയുടെ നിയമ സംവിധാനത്തിലും എനിക്ക് ഉറപ്പായിട്ടും വിശ്വാസമുണ്ട്. ഹണി റോസിന്റെ ഈ എനിക്കെതിരെയുള്ള പരാതിയിൽ സബ്സ്റ്റൻസ് യഥാർത്ഥത്തിൽ ഇല്ല എന്നും ഓർഗനൈസ്ഡ് ക്രൈം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ചുമ്മാതെയല്ല. അപ്പൊ അതൊന്നും ഞാനത് ചിരിച്ചത് പറഞ്ഞുകൊണ്ടല്ല കേട്ടോ. ആ കുട്ടിയുടെ വിഷമത്തിനോട് ആ വിഷമത്തിൽ ഐക്യദാർഢ്യം രേഖപ്പെടുത്തുന്നു. പക്ഷേ ഓർഗനൈസ്ഡ് ക്രൈം എന്നൊക്കെ പറയുന്നത് ചുമ്മാ ആരെങ്കിലും എഴുതി കൊടുത്തത് പറയുന്ന വല്ലതും ആയിരിക്കും. അല്ലെങ്കിൽ ഓർഗനൈസ് ക്രൈം എന്ന വാക്കിനൊക്കെ ഭയങ്കര ഗ്രാവിറ്റി ഉണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഹണി റോസിന്റെ നമ്മുടെ ആ പരാതിയിൽ എനിക്കെതിരെ അന്യായമായ നടപടികൾ എടുക്കാതിരിക്കാൻ, പ്രത്യേകിച്ച് ഇന്നലെ വൈകിട്ടാണ് ഞാൻ കോടതിയെ സമീപിച്ചത്. ഇന്നലെ മോന്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു. മോന്റെ ഒരുപാട് കുട്ടികൾ, ഫ്രണ്ട്സൊക്കെ, 8 വയസ്സേ ഉള്ളൂ, പക്ഷെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു. അപ്പം അവരുടെ മുമ്പിൽ വെച്ച് അറസ്റ്റ് അടക്കമുള്ള സാധനങ്ങൾ സംഭവിക്കാൻ സാധ്യതയൊന്നുണ്ടെന്ന് കണ്ട് ഇന്നലെ തന്നെ മൂവ് ചെയ്തിരുന്നു. കോടതിയുടെ സമീപനം എന്താണെന്ന് അറിയില്ല. അപ്പം തിങ്കളാഴ്ച, അതായത് നാളെ ഹിയറിംഗ് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓർക്കുക, ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയെ വിമർശിക്കാം, മദർ തെരേസയെ വിമർശിക്കാം, നമ്മുടെ രാഷ്ട്രപതി അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റായ ശ്രീമതി ദ്രൗപദി മുർമുവിനെ വിമർശിക്കാം, ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയെ വിമർശിക്കാം, ശ്രീമതി സോണിയാഗാന്ധിയെ വിമർശിക്കാം, നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻജിയെ വിമർശിക്കാം, എല്ലാവരെയും വിമർശിക്കാം. ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണ ഞാൻ ഈ ഗ്രീൻ മാറ്റ് ഒക്കെ ഇട്ട് മറ്റേ മൈക്കൊക്കെ വെച്ചാണ് ചെയ്യുന്നത്. അതിനുള്ള അവസരമില്ല. എറണാകുളം ഹൈക്കോടതിയിൽ ഈ കേസിന്റെ കാര്യങ്ങളുമായിട്ടും കൂടി ബന്ധപ്പെട്ട് പോവുകയാണ്. അതുകൊണ്ട് അതിശക്തമായി ഇതിനെ നേരിടും. ഈ നാട്ടിൽ വിമർശനം എന്ന് പറയുന്നത് ഒരു കുറ്റമല്ല എന്ന് തിരിച്ചറിഞ്ഞ് പുരുഷന്മാരെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന്റെ പേരിലെങ്കിലും കേസിൽ കുടുക്കി അപമാനിക്കാനും അധിക്ഷേപിക്കാനുമുള്ള ഇത്തരം നിലപാടുകളെ ശക്തിയുക്ത നേതൃത്വം, അത് ഹണി റോസ് ഉറപ്പിച്ചോളും. ഹണി റോസിന്റെ ഈ പരിപാടി അല്ലെങ്കിൽ ഈ പരാതിയെ അതിശക്തമായി നേരിടും. ഹണി റോസിന് വിഷമമുണ്ടെങ്കിൽ വിഷമത്തിന്റെ കൂടെയാണ്. പക്ഷെ ഹണി റോസ് ഈ ആത്മഹത്യ പോലുള്ള വാക്കുകളൊക്കെ പറഞ്ഞു, അങ്ങനൊന്നും പറയരുത്. ഹണി റോസും ഞാനും ബോച്ചയും ഒക്കെ വളരെ പ്രിവിലേജ്ഡ് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. ബോച്ചെ കോടീശ്വരനായിരിക്കാം, പക്ഷെ ഹണി റോസും ഞാനും ഒക്കെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നവരാണ്. നമ്മൾ ഈ ആത്മഹത്യ എന്നൊന്നും പറഞ്ഞ് ഇതിന്റെ ഒരു റീച്ച് അത് വളരെ മോശമാണ്. അങ്ങനെയൊന്നും ഒരുപാട് പേര് സീരിയസ്ലി ആരും ഹെൽപ്പ് ചെയ്യാനും മറ്റൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ട് നിൽക്കുന്നവരുണ്ട്. മുഖ്യമന്ത്രി നേരിട്ട് ഫോൺ വിളിക്കുന്ന ആളാണ് ഹണി റോസ്. അല്ലെങ്കിൽ നമ്മുടെ പോലീസുകാർ ഇത്രയും ആർജവത്തോടെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കേരളത്തിലെ 99% മാധ്യമങ്ങളും ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഹണി റോസിന് വ്യഥയാണ്, ഒറ്റപ്പെടലാണ്, ഏകാന്തതയാണ് എന്നൊന്നും പറയരുത്. അപ്പൊ അത്തരം വാക്കുകളൊന്നും പ്രയോഗിക്കരുത്. എന്തായാലും ഹണി റോസിന്റെ ഈ കേസിനെ അതിശക്തമായി നേരിടാൻ തന്നെയാണ് നീക്കം. ഹണി റോസ് എനിക്കെതിരെ പരാതി കൊടുത്തതുകൊണ്ട് ഹണി റോസിനെതിരെ 1 ഇഞ്ച് പോലും വിമർശനം കൂടില്ല, കുറയുകയുമില്ല. കാര്യം ഹണി റോസ് എനിക്കെതിരെ കൊടുക്കുന്ന പരാതിക്ക് ബേസിലല്ല ഞാൻ ഹണി റോസിനെ വിമർശിക്കുന്നത്. ഹണി റോസിനോട് എനിക്ക് ബഹുമാനമേ ഉള്ളൂ. ജീവിതത്തിൽ ഇന്ന് വരെ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ നമ്മൾ ഒരിക്കലും കാണാനും പോണില്ല. എനിക്കൊണ്ട് വ്യക്തിവിരോധമൊന്നുമില്ല. നമ്മൾ രണ്ടും ഓരോ നിലപാടുകൾക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഹണി റോസിന്റെ ഒരു നിലപാടിനോട് എനിക്ക് യോജിപ്പുമാണ്. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പാടില്ല, ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ പാടില്ല. അതിൽ ഹണി റോസിനോടൊപ്പം തന്നെയാണ്. എന്നാൽ ഹണി റോസിന്റെ വസ്ത്രധാരണത്തിന് ഒരു സോഷ്യൽ ഓഡിറ്റ് വേണമെന്നും സാമൂഹിക വിമർശനങ്ങളെ ഉൾക്കൊള്ളണമെന്നും ഒരു അഭ്യർത്ഥന കൂടി ഹണി റോസിനോടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് കോടതിയിൽ നിങ്ങളും കാണുന്നുണ്ടാവുമല്ലോ. രാഹുൽ ഈശ്വർ നല്ല അന്തസ്സായിട്ട്, നല്ല വൃത്തിക്കും വെടിപ്പായിട്ട്, റെസ്പെക്റ്റോട് കൂടി അവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. ബോച്ചയാണെങ്കിലും യൂസുഫലി ആണെങ്കിലും അവരെല്ലാവരും ഒരു വ്യവസായ പ്രമുഖരാണ്. ഒത്തിരി വ്യവസായങ്ങൾ നടത്തുന്ന ആളുകളാണ്. പല ടൈപ്പ് ഓഫ് ബിസിനസ് നടത്തുന്ന ആളുകളാണ്. അവരുടെയൊക്കെ ബിസിനസ്സിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇതുപോലത്തെ ആളുകളെയാണ് അവർ സാധാരണ കൊണ്ടുവരാറ്. ഇനി അവർ കൊണ്ടുവരുന്ന സമയത്ത് അവരൊന്ന് ശ്രദ്ധിക്കും. കാരണം ബോച്ച പോലും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്താണ് ഇതുപോലത്തെ ഒരു ആക്ഷൻ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായത്. വളരെ പ്രയാസമുണ്ട്, വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്തിനാണോ ഇതുപോലത്തെ ആളുകളെ വിളിക്കുന്നത് എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ്, അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇതുപോലത്തെ ആളുകളെ ഉദ്ഘാടനത്തിന് വേണ്ടി വിളിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കും. ഈ നടിയൊന്നും അത്ര പ്രശസ്തമുള്ള ഒരു നടിയൊന്നുമല്ല. തെന്നിന്ത്യയിൽ അറിയപ്പെടുന്നൊരു നടിയാണെങ്കിൽ പോലും അവർക്ക് സിനിമയിൽ അത്ര വലിയ അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവർ ജീവിച്ചു പോകുന്നത്? ഇതുപോലത്തെ ഉദ്ഘാടനങ്ങൾ നടത്തിയതിന് ശേഷം അതിൻ്റെ പ്രതിഫലം വാങ്ങി അങ്ങനെയാണ് അവർ ആർഭാടമായിട്ട് ജീവിക്കുന്നത്. നല്ലൊരു എമൗണ്ട് കൊടുക്കുന്നുണ്ടാവുമല്ലോ, ചെറിയ പൈസക്കൊന്നുമല്ലല്ലോ ഇവരൊന്നും വരുന്നത്. ആ പണം വാങ്ങി കൈപ്പറ്റിയതിന് ശേഷം ഇതുപോലത്തെ ആളുകളുടെ പേരിൽ ഇതുപോലെ ജാമ്യമില്ലാ വകുപ്പിട്ട് കേസ് ചാർജ് ചെയ്യുമ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ആര് വിളിക്കും ഇനി ഇവരെ? എന്തായാലും ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആ സ്ത്രീയുടെ കഷ്ടകാലമാണ്. കാരണം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന അവർക്ക് ഇനി ചിലപ്പോൾ അവസരങ്ങളൊന്നും കിട്ടിയെന്ന് വരില്ല. ഒത്തിരി ആളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിട്ടുണ്ട്. രാഹുൽ ഈശ്വറിൻ്റെ ചാനൽ ചർച്ചകളിൽ പോയിട്ട് അതിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മപെങ്ങന്മാരടക്കം, കുടുംബിനികളടക്കം, പുരുഷന്മാരടക്കം ഈ സ്ത്രീക്കെതിരെ, ഈ നടിക്കെതിരെ നെഗറ്റീവ് കമൻറ്റുകളാണ് ഇട്ടിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വസ്ത്രാധരണത്തിനെ കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ കമൻറ്റ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. നമുക്ക് ഏത് വസ്ത്രവും ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് എന്ന് വെച്ച് നമ്മൾ ഒരു സദസ്സിലേക്ക് പങ്കെടുക്കാൻ വരുന്ന സമയത്ത്, ഇല്ലെങ്കിൽ ഒരു എസ്പെഷ്യലി പ്രത്യേകമായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഇതുപോലത്തെ ഡ്രസ്സ് ഇട്ട് അവർ പോവും.
അവർ തന്നെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടി പോയി തിരിച്ചു വരുന്ന സമയത്ത് ഫുള്ള് മുഖാവരണമൊക്കെ മറച്ച് നല്ല മാന്യമായിട്ടുള്ള വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. ഇനി ഒരു കോടതിയിലേക്കാണ് കയറി ചെല്ലുന്നുണ്ടെങ്കിൽ അവർ ഈ ഉദ്ഘാടന വേളകളിൽ ധരിക്കുന്ന വസ്ത്രം ധരിച്ച് കോടതിയിലേക്ക് പോവുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്, എവിടെ എങ്ങനെ പെരുമാറണം. ഇപ്പോൾ ഒരു ആരാധനാലയങ്ങളിലോട്ടാണ് കയറി ചെല്ലുന്നതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് അവർ ചെല്ലില്ല. വളരെ വിമർശനം ഉന്നയിച്ചു അവർ. രാഹുൽ ഈശ്വർ തന്ത്രി കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ അദ്ദേഹം അമ്പലങ്ങളിലൊക്കെ ഡ്രസ് കോഡ് കൊണ്ടുവന്നിരുന്നു. തീർച്ചയായിട്ടും മാന്യമായിട്ടുള്ള വസ്ത്രാധരണമാണെങ്കിൽ ആരും കുറ്റപ്പെടുത്തില്ല, ആരും കുറ്റം പറയില്ല, അതിൽ സംശയമൊന്നുമില്ല. പിന്നെ അവരവരുടേതായ ശൈലിയിൽ ഓരോരുത്തർ പ്രതികരിക്കും. അതിനവരൊക്കെ ജാമ്യമില്ലാ വകുപ്പിട്ട് കേസ് ചാർജ് ചെയ്ത് ഉള്ളിലാക്കാം എന്നാണെങ്കിൽ ഈ നാട്ടിലുള്ള ജയിലോടൊന്നും മതിയാവില്ല ചിലപ്പോൾ. നമുക്ക് നമ്മുടെ അഭിപ്രായം സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നത് കൂടി അത് രേഖപ്പെടുത്താനുള്ള പ്ലാറ്റ്ഫോമുകളാണ് ഇതൊക്കെ. ഒരുപാട് ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും എനിക്ക് നിങ്ങളോട് എൻ്റെ അഭിപ്രായങ്ങളൊന്ന് ഷെയർ ചെയ്യണം തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോസ് എടുത്തത്. വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വിഷയങ്ങൾ ഇവിടെ അവസാനിക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും ഈ വിഷയത്തെക്കുറിച്ച് ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും. എന്തായാലും പുതിയൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.